ഹായ് എവരിവൺ, ഞാൻ രമേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ഹോങ്ഷി മോട്ടോഴ്സിൻ്റെ HS3 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഹോങ്ഷി മോട്ടോഴ്സിൻ്റെ HS3 എന്ന് പറഞ്ഞുള്ള വാഹനം. ഇതൊരു SUV കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ഒരു പ്രത്യേക രീതിയിലാണ്, അതായത് പ്രത്യേക ഒരു ഷേപ്പിലാണ് ഈ വാഹനത്തിൻ്റെ DRL കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമിയം ലൈന് തുടങ്ങുന്നുണ്ട് ഈ DRLൻ്റെ ഈ ഒരു സൈഡ് നിന്ന്. അത് നേരെ ഗ്രില്ലിൻ്റെ ഈ വശങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. തൊട്ട് താഴെ ഈ ഭാഗത്ത് ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതിന് ചുറ്റും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് സൈഡിൽ ഒരു എയർ ഇൻടേക്ക് പോലത്തെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു അലുമിനിയം ഫിനിഷുള്ള ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ ഒരു എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതിന് മേളിലായിട്ട് HS3 എന്നുള്ളൊരു ബാഡ്ജിങ്, തൊട്ട് മേളിൽ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയ ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ ഏകദേശം മുൻഭാഗം മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഗ്രില്ലാണ് വരുന്നത്. അതിൽ തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക്, ക്രോമിയം എന്നിങ്ങനെ രണ്ട് കളർ ഫിനിഷിലാണ് ആ ഗ്രില്ല് വന്നിട്ടുള്ളത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ബോണറ്റിലേക്ക് കയറി നിൽക്കുന്ന ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ചുവപ്പ് നിറത്തിൽ കിടന്ന ഭാഗം അത് ഒരു ലൈറ്റാണ്. നമുക്ക് വണ്ടി ഓണാകുമ്പോൾ അത് ആ ലൈറ്റ് കത്തുന്നതാണ്. വളരെ വലിയൊരു ബോണറ്റാണ്. ബോണറ്റിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിൽ തള്ളി നിൽക്കുന്ന പ്രൊജക്ടർ ലൈനുകളും കട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 235/55 R19 ആണ്. വളരെ ഭംഗിയുള്ള ഒരു ഡ്യുവൽ ടോൺ ഫിനിഷുള്ള അലോയ് വീലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സിൽവർ, ഒരു ഡാർക്ക് ഗ്രേ, ആ ഒരു ഫിനിഷുള്ള അലോയ് വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ഹോങ്ഷിയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. വളരെ വലിയൊരു വീലാർച്ചാണ് ഈ വാഹനത്തിന് ഹോങ്ഷി കൊടുത്തിട്ടുള്ളത്. ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്രോമിയം ലൈന്, അതിൽ തന്നെ ഒരു റെഡ് നിറത്തിലുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിറർ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ക്യാമറ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിലും ഒരു ക്രോമിയം ലൈന് കൊടുത്തിട്ടുണ്ട്. താഴെ ഡോറിൻ്റെ ഭാഗങ്ങളിലും ഒരു ക്രോമിയം ഫിനിഷുള്ള ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഭംഗിയായിട്ടുണ്ട്. അത് ഈ അറ്റത്തേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് 3D കട്ടുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വാഹനം ഒരു ഡ്യുവൽ ടോൺ ഫിനിഷുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ABC പില്ലറുകൾ, ആ ഭാഗങ്ങളൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക ഷേപ്പോട് കൂടിയിട്ടുള്ള ടെയിൽ ലാമ്പാണ്. അത് ഫുള്ളി LED ടെയിൽ ലാമ്പ് തന്നെയാണ്. രണ്ട് LED ടെയിൽ ലാമ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബാറ് പോയിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിലായിട്ട് ഹോങ്ഷിയുടെ ചൈനീസ് ഭാഷയിലുള്ള ഹോങ്ഷി എന്നുള്ള വേർഡ് ചൈനീസിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ HS3 അതിൻ്റെ ബാഡ്ജിങ്, തൊട്ട് താഴെ 45 TD എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ ബമ്പർ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു അലുമിനിയം ഫിനിഷുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. HS3 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്ത് ഹോങ്ഷി എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈപ്പർ വന്നിട്ടുണ്ട്, സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബ്രേക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അതായത് ഡാർക്ക് റെഡ്, ബ്ലാക്ക് എന്നീ 2 നിറങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് HS3 എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ബ്ലാക്കിൻ്റെയും അലുമിനിയം ഫിനിഷിൻ്റെയും കോമ്പിനേഷനിലാണ് ഡാഷ്ബോർഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ്. ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ അലുമിനിയം ഫിനിഷുള്ള ഭാഗങ്ങളും വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ മധ്യത്തിൽ ഹോങ്ഷിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. വളരെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതൊരു അലുമിനിയം ഫിനിഷുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ആ ഭാഗം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴെ വയർലെസ് ചാർജിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. അതിൻ്റെ കൺട്രോളുകളും ഡ്രൈവിംഗ് മോഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ലെതർ ഫിനിഷിലാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്കത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അത്യാവശ്യം ഡെപ്തുള്ളൊരു ഗ്ലൗ ബോക്സ് ആണ് ഇത് വരുന്നത്. അതിനകത്ത് ചാർജിങ് പോയിന്റുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലെതർ ഫിനിഷോട് കൂടിയ സീറ്റുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിൻ്റെ സീറ്റും ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ വാഹനത്തിൻ്റെ സീറ്റും വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡോർ പാഡും വന്നിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രോമിയം ഫിനിഷിലൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂട്ടർ വന്നിട്ടുണ്ട്. ഡോർ അൺലോക്ക് അതിൻ്റെ സ്വിച്ചുകൾ, അൺലോക്ക് ലോക്ക് അതിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ പുറകിലെ സീറ്റ് വരുന്നത്. അത്യാവശ്യം തൈ സപ്പോർട്ടോ ബാക്ക് സപ്പോർട്ടൊക്കെ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലെഗ് റൂം ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ മധ്യത്തിലായിട്ട് ഇങ്ങനെ ഒരു ടണൽ വരുന്നതുകൊണ്ട് 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. പുറകിലെ യാത്രക്കാർക്ക് വേണ്ടി AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റിന് താഴെ ആംബിയൻസ് ലൈറ്റിങ് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ഡോർ പാഡിലൊക്കെ ആംബിയൻസ് ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഈ വാഹനവും വരുന്നത് പനോരമിക് സൺറൂഫോട് കൂടിയാണ്. വളരെ വലിയൊരു പനോരമിക് സൺറൂഫാണ് ഈ വാഹനത്തിന് വരുന്നത്. ബാക്ക് സീറ്റിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കപ്പ് ഹോൾഡർ, നമുക്ക് 2 ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പുറകിലെ ഡോർ പാഡും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അതിൽ താഴെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. ക്രോമിയം ഫിനിഷിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂട്ടർ വന്നിട്ടുണ്ട്. 3 കളർ ഓപ്ഷനിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ളത്, അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക്, പിന്നെ വരുന്നത് ഡാർക്ക് ഗ്രേ, അതുപോലെ ബ്ലാക്ക് എന്നിങ്ങനെയുള്ള 3 ഡ്യുവൽ ടോൺ ഫിനിഷുള്ള വേരിയൻറ്റുകളാണ് ഈ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോങ്ഷി മോട്ടോഴ്സിൻ്റെ HS3 എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 1,33,900 റിയാലാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോങ്ഷി മോട്ടോഴ്സിൻ്റെ HS3 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം പെട്രോൾ വേരിയൻ്റുള്ള ഒരു വാഹനമാണ്.
ഇത്രയൊക്കെയാണ് HS3 എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.